Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഐഫോണിന്റെ കുറച്ച് ഹിഡൻ ട്രിക്കുകളാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും കുറച്ച് ട്രിക്കുകളല്ല, ഹിഡൻ ട്രിക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ചിലതെങ്കിലും ഓൾറെഡി ചിലവർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും അറിയാത്ത കുറച്ച് ആൾക്കാരെങ്കിലും കാണും. അതുകൊണ്ട് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പം ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് Apple Malayalam official nana. Adu idhu ningal follow cheyidillengil go follow me in Instagram. Link is in the description and let's get started. Video la trick number 1 ennu parayunnathu നമ്മൾ പൊതുവേ വെബ്സൈറ്റുകളും അല്ലെങ്കിൽ ഇതുപോലെ സെറ്റിംഗ്സ് ഒക്കെ പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകും. അതിനുശേഷം നമുക്ക് മേളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ബാക്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡ് ബട്ടണിൽ അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡറിൽ താഴേക്കും മേളിലേക്കും പോകുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എത്താൻ പറ്റും. ഇതൊന്നും അല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ ടാപ്പിൽ നമുക്ക് മേളിലെത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടോപ്പ് പോർഷൻ ഉണ്ടോ, ടോപ്പ് പോർഷനിൽ എവിടെയെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഈ ഒരു സെയിം ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ പല വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ഇപ്പം ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏത് ആപ്പിൽ വരെ നിങ്ങൾ പോയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരൊറ്റ ഡബിൾ ടാപ്പിൽ നിങ്ങൾക്ക് ഈ ടോപ്പ് പോർഷനിൽ എവിടെയെങ്കിലും നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് പേജിൻ്റെ ഏറ്റവും ടോപ്പ് സെക്ഷനിലേക്ക് എത്താൻ സാധിക്കും. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജസിനകത്താണ്. മെസ്സേജസിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ചാറ്റുകൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ചെയ്യുന്നത് ഈ 3 ഡോട്ട് ബട്ടണിൽ ടാപ്പ് ചെയ്ത് അവിടെ നിന്ന് സെലക്ട് മെസ്സേജസിനകത്ത് പോയി ഓരോന്നും ഇൻഡിവിജ്വലി ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഈസി ആയിട്ട് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഏത് മെസ്സേജാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജിൽ പോയി നിങ്ങൾ ജസ്റ്റ് പിൻ ചെയ്താൽ മതി. നിങ്ങൾ പിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മെസ്സേജുകൾ സെലക്ട് ആവും. അങ്ങനെ നമുക്ക് ഓരോന്നും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഓപ്ഷനിലേക്ക് ഇപ്പോൾ ഞാനിത് മ്യൂസിക് പ്ലേ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾ സെൻറ്ററിൽ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പൊതുവേ ഇങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാൽ വീഡിയോ ഓപ്ഷനിലേക്ക് പോകുന്നവരെ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴും വീഡിയോ പ്ലേ ചെയ്യുന്ന ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷേ നമ്മൾ എപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പം മുതൽ തന്നെ നമ്മളുടെ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും അല്ലെങ്കിൽ പോസ് ചെയ്യും. പക്ഷേ നമുക്ക് പാട്ട് പോസ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനൊരു ട്രിക്കുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒന്നും പ്ലേ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഫോട്ടോസ് ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നിന്ന് നമ്മൾ iPhone 11 നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചറാണ്, പക്ഷേ iPhone 10 ഈ ഒരു iOS 14 അപ്ഡേറ്റോടെയാണ് ഈ ഒരു ഫീച്ചർ കിട്ടിയത്, ക്വിക്ക് ടേക്ക് വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മളത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഷട്ടർ ബട്ടണിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക, അതുകൊണ്ട് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ക്വിക്ക് ടേക്ക് വീഡിയോ വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം ഐഫോണിലെ സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൈവസിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫീച്ചർ ആപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് നമ്മളിപ്പം ഇതുപോലെ പാസ്വേഡൊക്കെ നമുക്ക് കീ ചെയിൻ ഉപയോഗിച്ച് നമ്മളുടെ ഡിവൈസിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പം ഞാൻ സേവ് ചെയ്തേക്കുന്ന ഒരു പാസ്വേഡാണ്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പം ഞാൻ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണം, എൻ്റെ പാസ്വേഡും അക്കൗണ്ട് യൂസർ നെയിമും ഞാൻ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു കൊടുക്കാം. ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രൈവസിയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ സ്ക്രീൻഷോട്ടിൽ ഞാൻ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ആ സ്ക്രീൻഷോട്ട് എടുത്തു, പക്ഷേ പാസ്വേഡ് ഹിഡൻ ആണ്. ഇവിടെ യൂസർ നെയിം മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഹിഡൻ ആണ്. അത് പ്രൈവസിയുടെ ഒരു ഫീച്ചർ തന്നെയാണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയറിയാം നമുക്ക് പാസ്വേഡ് അല്ലാതെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം നമുക്ക് പാസ്വേഡ് കാണിക്കത്തില്ല. പ്രൈവസിയുടെ ഭാഗമായിട്ട് ആപ്പിൾ ഓട്ടോമാറ്റിക്കലി അത് ഹിഡൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെയുള്ള മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ചില സെറ്റിങ്സ് ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സിറി ഉപയോഗിച്ച് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ സർവീസസ് നമുക്കറിയാം, ലൊക്കേഷൻ സർവീസിൻ്റെ സെറ്റിങ്സിനകത്ത് പോയി എനേബിൾ ചെയ്യേണ്ട, അതിന് പകരം ഹോം സ്ക്രീനിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സിറിനെ ഒന്ന് വിളിച്ചാൽ മതി, ഹേയ് സിറി ടേൺ ഓൺ ലൊക്കേഷൻ സർവീസസ്. അപ്പോൾ നമുക്ക് ഇവിടെ ലൊക്കേഷൻ സർവീസിൻ്റെ ഓപ്ഷൻ തന്നെ ഇവിടെ വരും, ആ ഒരു ടാബ്. പിന്നെയുള്ള മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്കൊരു ഇമേജ്, ഇപ്പം ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഇതിലെ ഏത് ഇമേജും നിങ്ങൾക്ക് കോപ്പി ചെയ്ത് മറ്റെവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു. വൺസ് കോപ്പി ചെയ്ത ഇമേജ് നമുക്ക് എവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഈ ഒരു ഫയൽസ് ആപ്പ് ഓപ്പൺ ചെയ്തു, ഞാൻ ഫയൽസ് ആപ്പിനകത്ത് ഇവിടെ എനിക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫയൽസ് ആപ്പിലേക്ക് ഇത് സേവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മെസ്സേജസിനകത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നോട്ടിനകത്തോ കൊണ്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇത് കോപ്പി ചെയ്യുക, ആ പ്ലേസിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ആപ്പ് സ്റ്റോറിനകത്താണ്. ആപ്പ് സ്റ്റോറിൽ നമുക്കറിയാം നമ്മളുടെ അക്കൗണ്ട് ഓപ്ഷനിൽ പോയിട്ട് പർച്ചേസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ ഇതിൽ നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ ആപ്സും, അതിപ്പം പെയ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ആപ്പ് ആയിക്കോട്ടെ, അതെല്ലാം ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ്.
ഇതിൽ നമുക്ക് ഏതെങ്കിലും ആപ്പ് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഹൈഡ് ചെയ്യാനും അതുപോലെ തന്നെ അത് അൺഹൈഡ് ചെയ്യാനും സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഹൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഒരു ആപ്പ് ഞാൻ ഹൈഡ് ചെയ്യാൻ പോവാണ്. അത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓൾ ലിസ്റ്റിൽ അല്ലെങ്കിൽ പർച്ചേസ് ലിസ്റ്റിൽ ആ ആപ്പ് കാണിക്കത്തേയില്ല. ഇനി നമുക്കത് റീഎനേബിൾ ചെയ്യണം അല്ലെങ്കിൽ അൺഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നമ്മളുടെ ഏറ്റവും ടോപ്പിൽ അക്കൗണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിയുമ്പോൾ നമുക്ക് മീഡിയ ആൻഡ് പർച്ചേസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ പോവുക. അതിനകത്ത് വ്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ കയറി കഴിയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ, പർച്ചേസ് ഹിസ്റ്ററി, ഹിഡൻ പർച്ചേസ്, ഈ ഓപ്ഷനിൽ നമ്മൾ ഹൈഡ് ചെയ്ത എല്ലാ ആപ്പുകളും ഇവിടെ കാണും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇതെല്ലാം ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ നോട്ട്സ് ആപ്പിനകത്താണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വിത്ത് ഡേറ്റ് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ആ ഒരു മാർച്ച് 18 അല്ലെങ്കിൽ ആ ഡേറ്റ് ഞാൻ കൊടുത്തേക്കുന്ന താഴെ ഒരു മങ്ങിയ രീതിയിലൊരു ബാർ വന്നേക്കാം, ഒരു ലൈൻ വന്നേക്കുന്നത്. ആ ലൈനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ ആ ഒരു ഡേറ്റിൽ ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കിട്ടും. ഇതിൽ ക്രിയേറ്റ് ഇവൻ്റ്, ക്രിയേറ്റ് റിമൈൻഡർ, നമുക്ക് കലണ്ടർ ഇവൻ്റ് ആയിട്ടും അതേപോലെ നമ്മൾ റിമൈൻഡേഴ്സ് ആപ്പിൽ റിമൈൻഡർ ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഷോ ഇൻ കലണ്ടർ എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ആ ഒരു ഡേറ്റിലേക്ക് നമുക്ക് പോകും. അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇവൻ്റ് ആഡ് ചെയ്യാൻ ഡയറക്റ്റ്ലി. അപ്പോൾ ഇങ്ങനെ പല ഉപകാരങ്ങളും നമുക്ക് ഇതുകൊണ്ടുണ്ട്. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ നമ്മുടെ ഫയൽസ് ആപ്പിനകത്ത് ഏതെങ്കിലും ഡോക്യുമെൻറ്റ് കിടപ്പുണ്ട്. നമുക്കറിയാം തേർഡ് പാർട്ടി കുറേ ആപ്ലിക്കേഷൻസ്, ചില പെയ്ഡ് ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾക്കറിയാം. സിഗ്നേച്ചേഴ്സ് നമുക്ക് ആ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇത് എൻ്റെ സെമിനാർ റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്കെച്ച് പെൻ്റെ ഐക്കൺ കൊടുത്തേക്കുന്നതാണ്. അതിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കൊടുത്തേക്കുന്നതാണ്. അതിലും ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ്, സിഗ്നേച്ചർ, മാഗ്നിഫയർ, അതിനകത്ത് സിഗ്നേച്ചർ ആഡ് ചെയ്യുവാണ്. ഇത് ആപ്പിളിൻ്റെ തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ സിഗ്നേച്ചേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം റിമൂവ് ആഡ് ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ പുതിയൊരു സിഗ്നേച്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം സിഗ്നേച്ചർ. അപ്പോൾ ഈ ഇഷ്ടമുള്ള സിഗ്നേച്ചർ ഡൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ സിഗ്നേച്ചർ വന്ന് കിടക്കും. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് അവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് ഡിലീറ്റ് ചെയ്തും ചെയ്യാൻ സാധിക്കും. അങ്ങനെ സിഗ്നേച്ചേഴ്സ് ഡോക്യുമെൻറ്റിൽ വളരെ ഫ്രീ ആയിട്ട് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഏറ്റവും അവസാനത്തെ ട്രിക്ക് എന്ന് പറയുന്നത് പിന്നീടുള്ള നമ്മുടെ iOS 14 ഒരു സ്പെസിഫിക് ഫീച്ചറാണ്. നിങ്ങൾക്കറിയാം ഐപാഡ് ഓസിലും ഐഫോണിലും നമുക്ക് ഇപ്പം വയർലെസ് മൗസും വയർലെസ് കീബോർഡ്സും കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ഒരു മൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഫോണുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആക്സസിബിലിറ്റി ഓപ്ഷനിൽ പോയിട്ട് ടച്ച് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ നമുക്ക് അസിസ്റ്റീവ് ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് അവിടെ ഏറ്റവും താഴെ ഡുവൽ കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് മാക്ക് യൂസ് ചെയ്യുന്നവർക്കറിയാം നമുക്ക് ഹോട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മൗസ് കണക്ട് ചെയ്യുമ്പോൾ ഹോട്ട് കോർണർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് നാല് മൂലകളുണ്ടല്ലോ. ഈ 4 എഡ്ജസ്റ്റുകൾ അല്ലെങ്കിൽ മൂലകളിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ മൗസ് എനേബിൾ ആയി കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ലൈറ്റ് കളറിലുള്ള ഒരു മൗസിൻ്റെ ഒരു വീൽ കാണാൻ സാധിക്കും. ആ വീൽ കൊണ്ട് നമ്മൾ ഈ കോർണേഴ്സിൽ വെക്കുകയാണെങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് അവിടെ ചെയ്യണം. ഇപ്പം ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പം മൗസ് ഇവിടെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഈ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്കിവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു ഹോട്ട് കോർണേഴ്സിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി വയർലെസ് മൗസ്, കീബോർഡൊക്കെ കണക്ട് ചെയ്യുന്നവർക്ക്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഐഫോണിലെ ഏതാനും ചില ഹിഡൻ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലാൻ. Catch you guys in the next video. Till then, peace.